നമ്മളെ അമേരിക്കയിലേക്ക് അയക്കാമെന്ന് വാക്ക് തന്ന് ആശിപ്പിച്ചതാണ്. ഇപ്പൊ വാക്ക് മാറ്റി നമ്മൾ വഞ്ചിച്ചു. ആ പണം എടുത്ത് നമുക്ക് അവരെയും വഞ്ചിക്കാം. പാവം മോളെ, ആ കാശില്ലെങ്കിൽ കാവ്യയുടെ കല്യാണം മുടങ്ങി പോവില്ലേ? അപ്പോ നിങ്ങളുടെ കല്യാണം നടന്നില്ലെങ്കിൽ കുഴപ്പമില്ലേ? അയ്യോ, എനിക്ക് എങ്ങനെയെങ്കിലും രണ്ടാം കല്യാണം നടത്തണടാ. അപ്പോ നീതി ന്യായം ഇതിനെ കുറിച്ചെല്ലാം മറന്നേക്ക്. അതിനെപ്പറ്റി ഞാൻ ഒരിക്കലും സംസാരിച്ചിട്ടില്ലല്ലോ. ഞാൻ എന്തിനാ അതൊക്കെ പറയുന്നേ? സൂക്ഷിച്ചു വേണം ഓരോന്ന് ചെയ്യാൻ. ഈ കാര്യം നമ്മൾ മൂന്നുപേര് മാത്രമേ അറിയാവൂ. കാശ് എങ്ങനെ അടിച്ചു മാറ്റണം, എപ്പോ മോഷ്ടിക്കണം, എല്ലാം നല്ലോണം ആലോചിച്ച് വേണം പ്ലാൻ ചെയ്യാൻ. ഇത്തവണ നീ ഒന്ന് പ്ലാൻ ചെയ്യടോ കൊച്ചുമോനെ. ഞങ്ങളുടെ പ്ലാൻ ഒക്കെ ഫ്ലോപ്പ് ആയി പോവാ. എന്ത് ചെയ്താലും ശരി, അത് നമ്മൾ മൂന്നുപേരും ഒരുമിച്ചായിരിക്കണം. ഓരോരുത്തരായിട്ട് പ്ലാൻ ചെയ്ത് കുളമാക്കരുത്. പണം അടിച്ചു മാറ്റിയതിന് ശേഷവും എടുത്തു ചാടാൻ നിൽക്കരുത്. ഒന്നും അറിയാത്ത പോലെ നിൽക്കണം. പണം മൊത്തം സേഫ് ആക്കി വെച്ചിട്ട് സീക്രട്ടായി വിസയ്ക്ക് അപ്ലൈ ചെയ്യണം. വിസ വന്നു കഴിഞ്ഞ ഉടനെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ച് ഫ്ലൈറ്റിൽ കയറി പോകണം. പെർഫെക്റ്റ് അഖിൽ, നീ പറഞ്ഞതുപോലെ തന്നെ നടക്കണം. ആർക്കും ഒരു ഡൗട്ടും വരാൻ പാടില്ല. നമ്മൾ അമേരിക്കയിലേക്ക് പോയ ശേഷം ഇവർ നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിച്ചാലും നമുക്ക് കുഴപ്പമില്ല. വേറെന്ത് വിചാരിക്കാനടി? നമ്മളെ കള്ളന്മാരായിട്ട് അവര് കാണട്ടടി. നമ്മളെക്കാളും അവര് വലിയ ചതിയന്മാരല്ലേ. മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കണം. അതില് തെറ്റൊന്നുമില്ല. നിങ്ങളും കൂടി നല്ലോണം പ്ലാൻ ചെയ്യുക. ഫെയിലായി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം തന്നെ തീരും. പിന്നെ ഈ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ നമ്മൾ ആരെ പറ്റിച്ചാലും ശരി, അബേട്ടനെയും വസ്തുവെടുത്തേയും പറ്റിക്കുന്നത് അത്ര ഈസിയല്ല. അവരുമായിട്ട് ഇടപെടുമ്പോൾ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. അവരെ നമുക്ക് പറ്റിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ഈ രാജ്യം വിട്ടു പോകാൻ പറ്റും. എന്താ ഏട്ടാ എന്നെ ഇങ്ങനെ നോക്കുന്നേ? ഇന്ന് താൻ ഒരുപാട് സുന്ദരിയായിട്ടുണ്ട് വസുന്ധര. അപ്പോ ഇതിനു മുന്നേ ഞാൻ സുന്ദരി അല്ലായിരുന്നോ? ആഹാ, സുന്ദരിയായിരുന്നു. പക്ഷേ ഇന്നെന്തോ പെട്ടെന്ന് സൗന്ദര്യം കൂടിയതുപോലെ തോന്നുന്നു. അങ്ങനെ സുന്ദരിയായിട്ടൊന്നുമില്ല, എപ്പോഴത്തേം പോലെ തന്നെയാ. ഞാൻ ഉദ്ദേശിച്ചത് പുറത്ത് കാണുന്ന തന്റെ ഈ സൗന്ദര്യത്തെ പറ്റിയല്ല, കണ്ണിൽ കാണാത്ത തന്റെ ഈ മനസ്സിന്റെ സൗന്ദര്യത്തെ പറ്റി. എന്റെ മനസ്സിന് വലിയ പ്രത്യേകതയൊന്നുമില്ലല്ലോ. രാമന്റെ കൂടെ സീതയും ചേർന്നാണ് വനവാസത്തിന് പോയതെന്നും രാജവസ്ത്രം ധരിച്ചിരുന്ന സീത ആ അലങ്കാര വസ്ത്രം ഉപേക്ഷിച്ചതും കാട്ടിലെ ഭക്ഷണം മാത്രം ഭക്ഷിച്ചും വെറും തറയിലാണ് കിടന്ന് ഉറങ്ങിയതെന്നും ഞാൻ രാമായണത്തിൽ വായിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള സീത പോലും തനിക്ക് സ്വർണ്ണമാൻ വേണമെന്ന് രാമനോട് ആവശ്യപ്പെട്ടു. പക്ഷെ താൻ ലോട്ടറിയിൽ 20 ലക്ഷം രൂപ കിട്ടിയിട്ട് പോലും തനിക്ക് 1 രൂപ പോലും വേണമെന്ന് പറഞ്ഞില്ല. സാരിയോ ആഭരണങ്ങളോ ഒന്നും വേണമെന്ന് പറഞ്ഞില്ല. കാവ്യയുടെ കല്യാണം നടത്തണമെന്നാ പറഞ്ഞ. തനിക്ക് ഒരു നല്ല മനസ്സുണ്ട്, വളരെ വലിയ മനസ്സ്. എന്നെ ഇങ്ങനെ പുകഴ്ത്തേണ്ട കാര്യമൊന്നുമില്ല. കാവ്യ നമ്മുടെ വീട്ടിലെ മകളാ. ഏട്ടൻ കുഞ്ഞിലെ തൊട്ട് കാണുന്നവളാ. ഏട്ടന്റെ നല്ല മനസ്സുകൊണ്ട് അവൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാകാൻ പോവുക. ഏട്ടന്റെ കൈകൊണ്ടാ അവൾക്ക് വിവാഹ നിശ്ചയം നടത്തിയത്. അവളുടെ കല്യാണം നടത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം. തന്നെ പോലെ ഇവിടെ ആരും ആലോചിക്കുന്നില്ല. എല്ലാവരും അവരവരുടെ ആവശ്യങ്ങളാ പറഞ്ഞേ. സാഹചര്യങ്ങൾ ആരെ വേണമെങ്കിലും തെറ്റായ വഴിയിലേക്ക് നയിക്കും ഏട്ടാ. ആരെയും കുറ്റം പറയാനും പറ്റില്ല. പക്ഷേ തന്റെ മനസ്സ് മാറിയില്ലല്ലോ. ഏട്ടൻ മാറാതിരിക്കുന്നത് കൊണ്ട് എന്റെ മനസ്സ് മാറിയിട്ടില്ല. അപ്പോ ഇതൊക്കെ തന്റെ നല്ല മനസ്സുകൊണ്ടല്ലെന്നാണോ പറയുന്നത്? എന്റെ ഈ ഉയർച്ചയൊക്കെ ഏട്ടന്റെ നല്ല മനസ്സ് കാരണോ? ഏട്ടന് ഞാനൊരു തുണയായിരിക്കണ്ടേ? ബംഗ്ലാവിലായിരുന്നാലും ഈ വാടക വീട്ടിലായിരുന്നാലും
അല്പം പോലും ഇടറാത്ത ഏട്ടന്റെ ധൈര്യവും ഏട്ടന്റെ തൻ്റെ ഇടവും മനുഷ്യരോടുള്ള ഏട്ടന്റെ സ്നേഹവും വിശ്വാസവുമാണ് നമ്മളെ ഇതുവരെ ഇവിടെ എത്തിച്ചത്. സ്വത്തിനോട് ഏട്ടന് ഒരു ആർത്തിയുമില്ല. ഏട്ടനെ ചതിക്കുന്നവരോട് പോലും ഏട്ടന് ദേഷ്യമില്ല. എല്ലാം എനിക്ക് തന്നെ കിട്ടണമെന്നുള്ള അഹങ്കാരവും ഇല്ല. ഒന്നുമില്ലാത്തതിന്റെ നിരാശയുമില്ല. ാണ് എനിക്ക് തോന്നുന്നത്. എന്താ ചേച്ചി, വീണ്ടും ഞങ്ങൾ അന്യരായിട്ട് കാണുകയാണോ? നമ്മളെല്ലാവരും ഒരേ കുടുംബത്തിലുള്ളവരാ. കാവ്യയുടെ കല്യാണത്തെ പറ്റി നിങ്ങൾ ആലോചിക്കുന്നത് ഞങ്ങൾ ആലോചിക്കുന്നത് ഒരുപോലെയാ. ചെക്കന്റെ വീട്ടുകാരെ വിളിച്ചായിരുന്നു ഏട്ടാ? ചെയ്തിരുന്നു അബി. അല്പസമയത്തിനകം വരുമെന്ന് പറഞ്ഞേ. ഇന്ന് തന്നെ വരാനായിട്ട് പറഞ്ഞോ? അതെ മോളെ. കല്യാണത്തിന് മുഹൂർത്തം കുറിക്കുന്നത് ഇനിയും താമസിപ്പിക്കേണ്ടെന്ന് കരുതി ഇന്ന് തന്നെ വരാൻ പറഞ്ഞു വാസു. അപ്പൊ നമ്മുടെ വീട്ടിൽ ഉടനെ തന്നെ PPP ഡുണ്ടുണ്ടോ ഉണ്ടാവും അല്ലേ? കല്യാണ പെണ്ണിങ്ങെത്തി, കല്യാണ പെണ്ണെത്തി. താങ്ക് യു സോ മച്ച് ഉണ്ണി. എന്തിനാ ചേച്ചി? നീ കാരണം എന്റെ കല്യാണം വേഗം നടക്കാൻ പോകുന്നേ. ഞാൻ കാരണല്ല ചേച്ചി, അമ്മയും അച്ഛനും കാരണാ. മോളെ കാവ്യ. ആ മുത്തശ്ശ. എന്താ കല്യാണ പെണ്ണേ, സുഖമാണോ? കാവ്യ, ഇപ്പോഴേ നിന്റെ മുഖത്തൊരു കല്യാണ പെണ്ണിന്റെ തിളക്കം വന്നിട്ടുണ്ട്. ശരിയല്ലേ ഏട്ടാ? ഒന്ന് പോ മുത്തശ്ശി. ഒരുപാട് താങ്ക്സ് ഉണ്ട് ചെറിയമ്മേ. ലവ് യു സോ മച്ച്. ഇത് എന്നോടല്ല പറയേണ്ടത്, നിന്റെ ചെക്കനോടാ പറയേണ്ടത്. വാ കാവ്യ, ചെക്കന്റെ വീട്ടുകാർ ഉടനെ എത്തും. റെഡി ആവണ്ടേ? മോളെ കാവ്യേ. അത് ചെറിയ എനിക്ക് എന്താ കാവ്യ ഇതൊക്കെ? ഇപ്പൊ നീ സന്തോഷമായിട്ടാണ് ഇരിക്കേണ്ടത് കാവ്യ. കരഞ്ഞ മോളുടെ സൗന്ദര്യം കളയരുത്. അച്ഛൻ എന്നോട് എല്ലാം പറഞ്ഞു. ഒരുപാട് നന്ദിയുണ്ട് ചെറിയച്ഛ. ചെറിയച്ഛനുള്ള അമ്മയ്ക്കും നമ്മൾ എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല മോളെ. എന്തിനു ഭാസ്കരേട്ട ഇങ്ങനെയൊക്കെ? ഈ സമയത്ത് ഇതൊക്കെയല്ല പറയേണ്ടത്. ചേച്ചി പെട്ടെന്ന് കാവ്യ റെഡിയാക്ക്. മോളെ കാവ്യ, വാ നമുക്ക് റെഡിയാകാം. ഭാസ്കർ, ചെറുക്കന്റെ വീട്ടുകാരൊക്കെ പുറപ്പെട്ടില്ലേ? അവരെ ഇറങ്ങിയിട്ട് 5 മിനിറ്റ് ആവോ അച്ഛാ? ജോത്സ്യർക്ക് ഫോൺ ചെയ്തായിരുന്നോ ഭാസ്കർ? ഞാൻ വിളിച്ചു അമ്മേ, ഇപ്പൊ വരും.
നിങ്ങൾ മൂന്നുപേരും എങ്ങോട്ടേക്കാ? സിനിമയ്ക്ക് പോകേട്ടാ. എന്താ എടുത്തി ഇത്? വീട്ടിലൊരു ശുഭകാര്യം നടക്കുമ്പോ എങ്ങനെ സിനിമയ്ക്ക് പോകാൻ തോന്നുന്നു? ആർക്കാ അമ്മ ശുഭകാര്യം? ഞങ്ങൾക്കോ? എന്റെ മോളുടെ കല്യാണം നിനക്ക് നല്ല കാര്യമല്ലേ അഖിൽ? ഏട്ടന്റെ മകളുടെ കല്യാണമല്ലേ, ഞങ്ങൾക്കെന്താ? കാവ്യ നിനക്ക് അനിയത്തിയെ പോലെയാണ്. നല്ല കാര്യം ചേച്ചിന്ന് പറയാത്തത്. ആ കാർത്തിക, എന്ത് അഹങ്കാരം ഇത്? പിന്നല്ലാതെ എന്താ എടുത്തി? കാവ്യയുടെ വയസ്സെന്താ, കാർത്തികയുടെ വയസ്സെന്താ? രണ്ടുപേർക്കും 2-3 വയസ്സിന്റെ വ്യത്യാസം കാണും, അത്രേ ഉള്ളൂ. എന്താ അഖിലിത്? കാവ്യയുടെ കല്യാണം നിനക്ക് നല്ലതല്ലെന്നാണോ? കാവ്യ നീ എടുത്തു വളർത്തിയതല്ലേ? കുഞ്ഞായിരുന്നപ്പോ കാവ്യയെ എത്ര സ്നേഹത്തോടെ നീ നോക്കിയിരുന്നേ. ആ നിനക്കിപ്പോ എന്തു പറ്റി? എന്റെ മുഖത്ത് നോക്കി സംസാരിക്കേ. എനിക്ക് കാവ്യ എങ്ങനെയാണോ അങ്ങനെ തന്നെയാ നീയും. ഈ കാര്യമൊന്നും ഇവിടെ സംസാരിക്കണ്ട, ഞങ്ങൾ പോകാൻ അനുവദിക്കേ. നിങ്ങൾ എങ്ങോട്ടേക്ക് പോകുന്ന പറയുന്നേ? ഇന്ന് ഈ വീട്ടിൽ നിന്ന് നിങ്ങൾ ആരെങ്കിലും പുറത്തു പോയാ പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരാന്ന് വിചാരിക്കണ്ട. നീ എന്താ പറഞ്ഞു വരുന്നേ? ഇത് നിന്റെ വീടായതുകൊണ്ട് ഇവിടേക്ക് വരരുതെന്നാണോ പറയുന്നേ? ഇത് നിങ്ങളുടെ വീടാ ഇളമേ. കുറച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ മകൾക്ക് ഒരു മംഗളകാര്യം നടക്കാൻ പോവാ. എല്ലാവരും ഇവിടെ ഉണ്ടാവണം. ഞങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ആർക്കും ഒരു നഷ്ടമില്ലല്ലോ. ഞങ്ങൾക്ക് ഇവിടെ ഒരു ഇമ്പോർട്ടൻസും ഇല്ല. ഞങ്ങൾ ഇവിടെ ആർക്കും ഒരു വിലയും ഇല്ല. ഞങ്ങളുടെ വാക്കിനും ആഗ്രഹത്തിനും ഒരു വിലയും ഇല്ല. ഞങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ എന്താ, ഇല്ലെങ്കിൽ എന്താ? ഇതാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ ആ വഴിങ്ങ് പൊക്കോ. ഇനി നിങ്ങൾക്കും ഞങ്ങൾക്കും തമ്മിൽ ഒരു ബന്ധവുമില്ല. നിങ്ങൾക്ക് ബഹുമാനവും സ്ഥാനവും കിട്ടുന്നിടത്തേക്ക് പൊക്കോ. ഇറങ്ങി പുറത്ത്. എന്താടാ ഇത്? നിന്റെ കണ്ണിന് മുന്നിൽ തന്നെ വസു നിന്റെ അനിയനെയും അനിയന്റെ ഭാര്യയെയും ഇങ്ങനെ അപമാനിക്കുമ്പോ നീ മിണ്ടാതെ നിൽക്കുകയാണോ? മാറ്റി നിർത്തി അവളുടെ ചെകിട്ടത്തൊരടി കൊടുക്കട അവിടുന്ന്. എന്ത് തെറ്റ് ചെയ്തിട്ടാ ഞാൻ വസുവിനെ അടിക്കേണ്ടത് ഇളയമേ? അവള് പറഞ്ഞതിൽ എന്ത് തെറ്റാ ഉള്ളത്? ഞാൻ വസുന്ധരെ കല്യാണം കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ അഖിൽ സ്നേഹിക്കുന്ന കാർത്തികയെ വിവാഹം കഴിക്കില്ലെന്ന് വാശി പിടിച്ചവനാണിവൻ. ഇന്ന് സ്വന്തം ഏട്ടന്റെ മകൾക്ക് ഒരു മംഗളകാര്യം നടക്കാൻ പോകുമ്പോ ഒരു ബന്ധവുമില്ലാതെ സിനിമ കാണാൻ പോകുന്നു പറയുന്നു. അന്ന് സ്നേഹം, ഇന്ന് ദേഷ്യം. എന്താ അഖിൽ ഇതൊക്കെ? കാവ്യയുടെ കുട്ടിക്കാലത്ത് അവൾ ഈ സ്കൂളിൽ തന്നെ പഠിക്കണം, അവൾക്ക് ഈ സൈക്കിൾ തന്നെ വാങ്ങിക്കണം, അവൾ ഇന്ന ഡ്രസ്സ് വേണം ധരിക്കാൻ, ഇന്റേണിൽ ഈ ഗ്രൂപ്പ് തന്നെ പഠിക്കാൻ എടുക്കണമെന്നും, അവൾ ഡിഗ്രി ഈ കോളേജിൽ പഠിക്കണമെന്നും, അവൾ ഈ ഹോസ്റ്റലിൽ താമസിച്ചാൽ സേഫ് ആയിരിക്കും എന്നൊക്കെ. അങ്ങനെ കാവ്യയെ സംബന്ധിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളും നീ തന്നെയല്ലേ സെലക്ട് ചെയ്തത്. ഏട്ടനെ എന്നെ നീ പറഞ്ഞ് സമ്മതിപ്പിച്ചു. എന്നാൽ ഇപ്പോ കാവ്യക്ക് സംഭവിക്കാൻ പോകുന്ന ഒരു നല്ല കാര്യം നിനക്ക് നല്ല കാര്യമായിട്ട് തോന്നുന്നില്ല അല്ലേ? എന്താണ് ഇതൊക്കെ? നിനക്ക് എന്തു പറ്റി? ഈ ദേഷ്യമെല്ലാം നിങ്ങൾക്ക് അമേരിക്കയിലേക്ക് പോകാൻ പറ്റാത്തതുകൊണ്ടല്ലേ? നിന്റെ ഏട്ടൻ നിനക്ക് വാക്ക് തന്നതല്ലേ ആദ്യം ഈ കല്യാണം നടക്കട്ടെ, അതിനുശേഷം നിങ്ങൾ അമേരിക്കയിലേക്ക് ഉറപ്പായിട്ടും അയക്കും. ഞങ്ങളെന്ന് വിശ്വസിക്കുക കാർത്തിക. ദയവ് ചെയ്ത് മംഗളകാര്യം നടക്കുന്ന സമയത്ത് നിങ്ങൾ ഇവിടുന്ന് പോകരുത്. അഖിൽ പ്ലീസ് ടാ. ചെറുക്കന്റെ വീട്ടുകാരുടെ മുമ്പിൽ നീ നാണം കെടുത്തല്ലേ? നിങ്ങളുടെ അനിയനും ഭാര്യ എവിടെ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ എനിക്ക് മറുപടി ഉണ്ടാവില്ല. എന്തിനാടാ നീ അവരോട് ഇങ്ങനെ കെഞ്ചി പറയുന്നേ? ഓണെങ്കിൽ പോട്ടെ, വിട്ടുകളാ. ചെറുക്കന്റെ വീട്ടുകാർ ചോദിക്കുമ്പോ ഞാൻ മറുപടി പറയാം. അബി, വസു, നിങ്ങളിത് വിട്ടേക്ക്. അവര് പൊയ്ക്കോട്ടെ. ഇഷ്ടമുള്ളതുപോലെ എവിടെ വേണേലും പൊയ്ക്കോട്ടെ. ഇറങ്ങിപ്പോയി ഇവിടുന്ന്.
അത്രയ്ക്കൊന്നും ഞങ്ങൾ വഴക്ക് പറയേണ്ട ആവശ്യമില്ലമ്മേ. ഞങ്ങൾ നിന്നോളാം. ഞങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രയോജനം ഇല്ലെങ്കിലും നിങ്ങളുടെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ നിന്നോളാം. ഈ അഖിലിന് വന്ന് തലയ്ക്ക് ബോധമില്ലാതായി. എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ടെന്ന് അവൻ അറിയില്ല. പോരാത്തതിന് കാർത്തികയെ സുമംഗലയെ അവന് കൂട്ടും. 3 പേർക്കും ഭ്രാന്ത് പിടിച്ചിരിക്കുക. വിട്ടേക്കച്ച, ചെക്കൻ്റെ വീട്ടുകാർ വരാൻ സമയമായി. ഏട്ടാ വസുന്ധര, വാ നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. സിനിമയ്ക്കല്ലേ നമ്മൾ പോകുന്നത്, എന്തിനാ നിന്ന് കളഞ്ഞേ? ആ അബിയുടെ വാക്കിലെന്താ നീ മയങ്ങിപ്പോയടാ? നിനക്ക് കഴിവ് തോന്നുന്നുണ്ടോ? അങ്ങനെയൊന്നും അല്ല. ഇപ്പൊ നമ്മൾ പുറത്തു പോയി ചീത്തപ്പേര് വാങ്ങുന്നതിനേക്കാൾ ഇവിടെ തന്നെ നിൽക്കുന്നതായിരിക്കും നല്ലത്. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ നിൽക്കേണ്ടി വരും. അമേരിക്കയിൽ പോകാൻ പറ്റില്ല. അതേടാ, എന്റെ 2ാമത്തെ കല്യാണം ഒരു സ്വപ്നമായിട്ട് തീരും. ഞങ്ങളുടെ സ്വപ്നവും ഇളയമ്മയുടെ സ്വപ്നവും ഒക്കെ പോവാണി ഇളയമ്മ. ഇന്ന് രാത്രി തന്നെ ഞങ്ങൾ പ്ലാൻ ചെയ്യാൻ പോവാ. ചെക്കൻ്റെ വീട്ടുകാർ വന്നു പോയതിനു ശേഷം പറയാം. നമസ്കാരം സാർ. നമസ്കാരം. നമസ്കാരം. നമസ്കാരം ചേച്ചി. രണ്ടാളും ഇരിക്കേ. പിന്നെ ഇതാണ് ഞങ്ങളുടെ ജോലിസർ. നമസ്കാരം സാർ. നമസ്കാരം. എന്റെ മരുമകൾ കാവ്യ എവിടെ? ഒരു മിനിറ്റ്, ഞാൻ കൂട്ടിക്കൊണ്ടുവരാം. നീ എപ്പോഴാ ഞങ്ങളുടെ വീട്ടിൽ കാലെടുത്ത് വെക്കാന്ന് സന്തോഷത്തോടെ കാത്തിരിക്കുക ഞങ്ങള്. അതുകൊണ്ടല്ലേ കല്യാണം താമസിക്കാതിരിക്കാൻ ഇപ്പോഴേ മുഹൂർത്തം കുറിക്കുന്നത്. അല്ല ജോത്സ്യരെ, നല്ല ഒരു മുഹൂർത്തം നോക്കി പറഞ്ഞാട്ടെ. എന്ന് നിങ്ങളുടെ കൊച്ചുമോൾ എന്റെ വീട്ടിലേക്ക് വന്നാലും നല്ല മുഹൂർത്തമാണ്. എന്നാലും അങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. കല്യാണത്തിനൊരു നല്ല മുഹൂർത്തം കുറിക്കണ്ടേ? നിങ്ങളുടെ അനിയൻ അഭിരാം എപ്പോ എന്റെ ഏട്ടന്റെ ജീവൻ രക്ഷിച്ചോ അന്ന് മുതൽ ഞങ്ങൾക്കെല്ലാം നല്ലതാ നടക്കുന്നത്. ഇന്ന് വലിയ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് ഇങ്ങനെ തേനൂറുന്ന വാക്കുകളൊക്കെ പറയുന്നു. ഒരു നല്ല മുഹൂർത്തം കുറിച്ചില്ലെങ്കിൽ പിന്നെ ഞങ്ങളല്ലേ പറയത്തുള്ളൂ. ഞങ്ങളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത് നിങ്ങളുടെ മകളെയല്ല, അഭിരാമിനോട് ഞങ്ങൾക്കുള്ള നന്ദിയെയും കടപ്പാടിനെയാ. അയാളെ തന്നെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. അത്രയ്ക്ക് അയാൾ എന്താ ചെയ്തേ? നൈറ്റ് വരെ ഒന്ന് വെയിറ്റ് ചെയ്യേ കാർത്തിക. ഇറിറ്റേറ്റ് ചെയ്യല്ലേ. അഭിറാം സാർ, പയ്യന്റെയും കുട്ടിയുടെയും പേരും ജാതകവും വെച്ച് നല്ലൊരു മുഹൂർത്തം കുറിച്ചിട്ടുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഏറ്റവും അടുത്ത് തന്നെയുള്ള ഒരു മുഹൂർത്തമാണത്. അത് തന്നെ നമുക്ക് അങ്ങ് ഫിക്സ് ചെയ്താലോ? അങ്ങനെ തന്നെ ആയിക്കോട്ടെ ജോത്സ്യരെ. ഒരു നല്ല മുഹൂർത്തം നോക്കി പറഞ്ഞോളൂ. ശുഭം.
എക്സാം ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു മോളെ? നന്നായിട്ട് എഴുതിയിട്ടുണ്ട് അങ്കിൾ. എങ്ങനെ എഴുതിയോ എന്തോ. എന്റെ മകന്റെ അടുത്ത് ചോദിച്ചാലും ഇങ്ങനെ തന്നെയാ പറയുന്നേ. നിങ്ങളുടെ റിസൾട്ട് ഇങ്ങോട്ട് വരട്ടെ, അപ്പൊ കാണിച്ചു തരാം രണ്ടുപേർക്കും.